ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് ഫേസ് ചെയ്യുന്ന 2-3 പ്രൊഫഷൻസ് ഉണ്ട്. അവർക്ക് പറ്റിയ ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ് ഒന്ന്. മാസ്റ്റേഴ്സ് പ്രോഗ്രാം, മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ആണ് മറ്റൊരു പ്രോഗ്രാം. പ്രധാനമായിട്ടും 3 ജോബ്സിനാണ് ഈ ഡിപ്ലോമ പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഷെഫ്, പേസ്ട്രി മേക്കർ തുടങ്ങിയ കൾണറി ആർട്സ് പ്രോഗ്രാംസ് ആണ് ഒന്ന്. മറ്റൊന്ന് കെയർ ഗിവർ അല്ലെങ്കിൽ കെയർ വർക്കർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി മെക്കാനിക്കലോ അല്ലെങ്കിൽ സിവിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലോ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് മൂന്നാമത്തെ കോഴ്സ്. ഈ കോഴ്സുകളെല്ലാം 1 ഇയർ കോഴ്സുകളുമുണ്ട്, അതുപോലെ തന്നെ 2 ഇയർ കോഴ്സുകളുമുണ്ട്. ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പാർട്ട് ടൈം ജോബ് എന്ന് നമ്മൾ പറയുന്നത് പോലെ അവരുടെ ഇൻഡസ്ട്രിയൽ പ്ലേസ്മെന്റ് ട്രെയിനിങ് ഗ്യാരണ്ടി ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ്. ഇതിൽ ആരൊക്കെ ക്വാളിഫൈ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. നോർമലി 12th ക്വാളിഫൈ ചെയ്യുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും ഇതിന് അപ്ലൈ ചെയ്യാം. 12th മാസം മാത്രം പാസ്ഡ് ആയിട്ടുള്ള ഏതൊരു സ്റ്റുഡൻറ്റും ഇതിൽ എലിജിബിൾ ആണ്. പക്ഷേ ഇതിന് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. 18 to 22 ഇയേഴ്സിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക്, ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് പാർട്ട് ടൈം ആണ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ആണ് എന്ന് പറഞ്ഞാൽ പോലും ഇത് ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. ഓൾമോസ്റ്റ് 1.7 lakh yen ഒരു സ്റ്റുഡൻറ്റിന് അവർ പാർട്ട് ടൈം ചെയ്യുമ്പോൾ തന്നെ ഏൺ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 60 to 70,000 ഇന്ത്യൻ റുപ്പീസ് ഇവർക്ക് ഈ പഠിക്കുന്ന സമയത്ത് തന്നെ ഗെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല, ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫുഡ് നോർമലി ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ പെയ്ഡ് ആണ്. അതുപോലെ തന്നെ അക്കോമഡേഷൻ ഫെസിലിറ്റീസും വളരെ ചീപ്പർ റേറ്റിൽ സ്റ്റുഡൻസിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് മാത്രമല്ല, ഈ കോഴ്സ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷവും അവിടെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഓൾമോസ്റ്റ് ഗ്യാരണ്ടി ആയിട്ട് തന്നെ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നു എന്നുള്ളതും ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ്.